കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരങ്ങൾ വിലയേറിയതായി കാണുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും ആകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു വലിയവനാണ്. വലിയവനായ യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ നാം വലുതായി മാറും. നമ്മുടെ ജീവിതം വലുതായി മാറും. നമ്മുടെ അനുഗ്രഹങ്ങൾ വലുതായി മാറും. നമ്മുടെ ജീവിത ശൈലികൾക്ക് വ്യത്യാസമുണ്ടാകും. യേശുവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ കർത്താവിൽ വലിയത് പ്രതീക്ഷിക്കുവാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടും. എല്ലാ സാഹചര്യത്തിലും എല്ലാ മേഖലയിലും എപ്പോഴും ജയവും കൃപയും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരും. തീർച്ചയായും സ്വർഗത്തിലെ അപ്പച്ചൻ നിങ്ങളെ ആഴമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എനിക്ക് നിയോഗം തന്ന ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ മഹത്വവും കൃപയും നമുക്ക് തിരിച്ചറിയുവാനും ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി ആത്മാവിൻ്റെ എരിവോടുകൂടെ കൃപയോടുകൂടെ നമുക്ക് ക്രിസ്തുവിൽ വളരുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകി. ഒത്തിരി പ്രശ്നങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടു. പക്ഷെ അവിടെയെല്ലാം തകർന്നു പോകാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വൻ പരാജയങ്ങൾ സംഭവിക്കാമായിരുന്നു. അവിടെ യേശു അതിനൊന്നും അവസരം ഒരുക്കിയില്ല. പിശാച് അഴിച്ചുവിട്ട സകല പ്രതികൂലങ്ങളെയും യേശു തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ വിടുവിച്ച് ശക്തീകരിച്ച നടത്തിയ ദിനങ്ങളായിരുന്നു, മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞു പോയത്. തീർച്ചയായും പുതിയ ദിവസത്തിൽ കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ. അത് യേശുവിലാകട്ടെ. യേശുവിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളാണ്. യേശുവിൽ കൂടെ ലഭിക്കുന്ന വിടുതലുകൾ വലിയ വിടുതലുകളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലും ഭവിക്കട്ടെ, അനുഗ്രഹത്തിൻ്റെ വഴികൾ ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം ഈ ദൈവവചന ചിന്തയിലേക്ക് വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ദൈവവചന ചിന്തയിൽ കൂടെ ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിപരമായ ചില വിഷയങ്ങളോട് യേശുവപ്പ സംസാരിക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ്, ക്രിസ്തുവിൻ്റെ തേജസ് അത് നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ ഇരുള് മാറും എന്നാണ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് പ്രകാശം പ്രാപിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം ഒരിക്കലും ഇരുട്ടിൻ്റെ ശക്തിയല്ല. ദൈവം ഉള്ളെടുത്ത്, യേശു ഉള്ളെടുത്ത് പ്രകാശം ഉണ്ടാകും. സുവിശേഷങ്ങളിൽ യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകും. ലോകത്തിൻ്റെ വെളിച്ചത്തെ കെടുത്തിക്കളയുവാൻ സാത്താനും അവൻ്റെ ശക്തികളും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് കൊണ്ടുവന്ന് ഇരുട്ടത്ത് വ്യാപാര ശക്തി അഴിച്ചുവിട്ട് മനസ്സിനെ ഇരുട്ടാക്കി, ജോലി മേഖലകളെ ഇരുട്ടാക്കി, കുടുംബജീവിതത്തെ ഇരുട്ടാക്കി,
കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഇരുട്ടാക്കി, ജീവിതത്തിലെ സമാധാനക്കേടുകൾക്കകത്ത് ഇരുട്ട് കൊണ്ടുവന്ന് നശിപ്പിക്കുവാനും ബന്ധിക്കുവാനും ഇല്ലായ്മ ചെയ്യാനും നോക്കുന്ന ഈ ലോകത്തിൻ്റെ ശക്തിയും പ്രഭുവുമായിരിക്കുന്ന പിശാചിൻ്റെ മേഖലകൾക്കകത്ത് ഞാനും നിങ്ങളും കിടന്നപ്പോൾ ആ ഇരുട്ടിൽ നിന്ന് പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്ഭുത പ്രകാശങ്ങളിലേക്ക് നമ്മെ വിളിച്ച്, നമ്മളെ വേർതിരിച്ച്, നമ്മളെ വിശുദ്ധരും പുരോഹിത വർഗവും രാജകീയ വംശവുമാക്കി വെച്ച യേശുവിൻ്റെ തേജസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. യേശുവിൻ്റെ തേജസ് നമ്മളിലേക്ക് പ്രതിബിംബിക്കുമ്പോൾ നമ്മുടെ ഇരുളുകൾ മാറിപ്പോകും. ഇരുണ്ട യുഗങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ഇരുണ്ട സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. ആ വീടിനകത്തെ അന്ധകാരം വഴിമാറും. കുഞ്ഞുങ്ങളുടെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വരും. എവിടെയൊക്കെയോ പിശാച് ഇരുട്ട് കൊണ്ട് തള്ളി ഇരുട്ടിനകത്ത് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നെങ്കിൽ ദൈവം ഈ വാക്യത്തിൽ കൂടെ പ്രോമിസ് ചെയ്യുകയാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കുമെന്ന്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ അത് അരുളി ചെയ്തത് ദൈവമാണ് എന്ന് ഈ വാക്യത്തിൽ കാണാൻ കഴിയും. 2 കൊരിന്ത്യർ ലേഖനം 4-6 യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ഇരുട്ടിനകത്ത് വെളിച്ചമുണ്ടാകുമെന്ന്. അങ്ങനെയെങ്കിൽ എങ്ങനെ വെളിച്ചം വരും? ആരിൽ കൂടെ വെളിച്ചം വരും? അതിന് ഉത്തമ തെളിവ് ആ വാക്യത്തിൽ തന്നെയുണ്ട്. ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം. അപ്പൊ എവിടുന്നാണ് തേജസ് വരുന്നത്? യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പിതാവാം ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ മുഖത്തു നിന്ന് ദൈവത്തിൻ്റെ തേജസ് പ്രകാശിക്കുമെന്ന്. അപ്പൊ പിതാവാം ദൈവം അരുളി ചെയ്യുന്നു, ഇരുട്ടത്ത് വെളിച്ചം ഉണ്ടാകും, പ്രതിസന്ധിക്കകത്ത് വിടുതൽ ഉണ്ടാകും, പൈശാചിക മണ്ഡലത്തിനകത്തു നിന്ന് ഒരു മാറ്റം ഉണ്ടാകും. ആരരുളി ചെയ്യുന്നു? യഹോവ. ആരിൽ കൂടെയാണ്? ഈ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, ക്രിസ്തുവേശുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിനാൽ. അപ്പൊ ക്രിസ്തു യേശുവിനാൽ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ വെളിച്ചമാണ്. വെളിച്ചമായ, ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൽ കൂടെയുള്ള ദൈവപരിജ്ഞാനം പ്രാപിച്ച ഒരു ദൈവവൈതലിന് ദൈവത്തിൻ്റെ തേജസ് വിളങ്ങി നിൽക്കും. ഇത് വിളങ്ങി നിൽക്കേണ്ടതിന് ഈ തേജസ് പകർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ പകർന്നിരിക്കുന്നത്, ഈ ക്രിസ്തുവിനെ നൽകിയിരിക്കുന്നത് മെഴുകുതിരി സ്റ്റാൻഡിലോ കണ്ണാടിക്കൂടുകൾക്കകത്തോ കുരിശും തൊട്ടിയിലോ ഏതെങ്കിലും പ്രതിമകളിലോ പ്ലാസ്റ്റർ ഓഫ് പാരീസത്തിലോ കല്ലിലോ മണ്ണിലോ തുരുമ്പിലോ ഒന്നും അല്ല. ഈ തേജസ് പകർന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ് പ്രകാശിക്കുന്നത്. ഈ തേജസ് പ്രകാശിക്കുന്നത് ഹൃദയങ്ങളിലാണെങ്കിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു 7-ാം വാക്യത്തിൽ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്നു വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു പകർന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനെ പകർന്നാൽ, ക്രിസ്തുവിൻ്റെ തേജസ്സിനെ പകർന്നാൽ, നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയ ബന്ധനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയ പൈശാചിക മേഖലകൾ മാറിപ്പോകുമെന്ന്. വെളിച്ചം വരുമ്പോൾ ഇരുട്ടോടി മറയും. വെളിച്ചം വന്നിട്ട് ഇരുട്ടേ പോകാമോ, ഒന്ന് നീങ്ങാമോ എന്ന് പറയേണ്ട കാര്യമില്ല. വെളിച്ചം ഇങ്ങി വന്നാൽ മതി, ഇരുട്ട് മാറിപ്പോകും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് എന്നിലും നിങ്ങളിലും വരുമ്പോൾ ജീവിതത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്ന ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, ഇരുട്ട്, പൈശാചികമായ ശക്തികൾ നമ്മളെ വിട്ട് മാറിയിട്ട് ദൈവകൃപയുടെ നിറവിനാൽ, ക്രിസ്തുവിൻ്റെ നിറവിനാൽ കർത്താവ് നമ്മളെ നിറയ്ക്കും എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. എവിടെയാണ് ഇത് പകരുന്നത്? എവിടെയാണ് ക്രിസ്തുവിനെ നിറയ്ക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ തേജസ്സിനെ നിറയ്ക്കേണ്ടത്? ഒരു ദൈവപൈതലായ ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അടയാളങ്ങളും വിടുതലുകളും ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം?
തേജസ്സിന്റെ ശക്തിയായ ക്രിസ്തുവിനെ എവിടെ ധരിക്കണം? ആ വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പൊ ഹൃദയത്തിലാണ് ക്രിസ്തു എന്ത് ചെയ്യേണ്ടത്? വാഴേണ്ടത്. ഹൃദയത്തിൽ ക്രിസ്തു വെളിപ്പെട്ടാൽ എന്തുണ്ടാകും? 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ച് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പം അതുപോലെ ഞാൻ പറയുന്നു, വേദപുസ്തകം കൂടെ ഈ മെസ്സേജിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ കരുതുക. ഒരു പേനയും പേപ്പറും കരുതുക. ഈ പറയുന്ന വാക്യങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിനകത്ത് ദൈവദാസൻ പറയുന്ന വാക്യങ്ങൾ നോക്കി അത് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ ഈ 10-20 മിനിറ്റ് കൊണ്ട് ഞാൻ പറയുന്നതിനേക്കാളും വലിയ ദൂതുകൾ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പകർന്നു തരും. അതുകൊണ്ട് ഇത് വെറുതെ കേൾക്കാതെ ഒരു ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ സന്ദേശം നിങ്ങൾ കൈക്കൊള്ളുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ നാം ചിന്തിക്കുന്നത്, ഹൃദയത്തിൽ ക്രിസ്തു വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വാ കൊണ്ട് ഏറ്റുപറയണം. ഹൃദയത്തിൽ യേശു വന്നാലുള്ള ജീവിതത്തിലെ മാറ്റങ്ങൾ എന്താണ്? അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഹൃദയത്തിൽ യേശു വന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പുത്രന്റെ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കും. യേശുവിൻ്റെ രാജ്യത്തിൽ നമ്മൾ അവകാശികളായി മാറും. ദൈവരാജ്യത്തിൻ്റെ അംബാസഡർമാരായി നമ്മൾ മാറും. യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയും. യേശുവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവിടെ ക്ഷയമില്ല, വാട്ടമില്ല, മാലിന്യമില്ല. ക്രിസ്തു തന്നെ വിളക്കായി പ്രകാശിക്കുന്ന, സൂര്യനോ ചന്ദ്രനോ വാഴാത്ത ആ ഭൂമിയിൽ ഞാനും നിങ്ങളും വസിക്കുമെന്ന്, ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വരുമെന്ന്, ദൈവരാജ്യത്തിൻ്റെ ശക്തിയിൽ നമ്മൾ നടക്കും, ഇരിക്കും, എഴുന്നേൽക്കും. ദൈവരാജ്യത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ഉറങ്ങും. ദൈവരാജ്യത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വർക്ക് ചെയ്യും. ദൈവരാജ്യത്തിൻ്റെ ശക്തി അധികാരത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ ഇരുട്ടിൽ കിടന്നപ്പോൾ ഇരുട്ടിൽ നിന്നും ഈ സ്നേഹസമ്പന്നനായ ക്രിസ്തു എന്ന ക്രിസ്തുവിൻ്റെ പാറയിൽ നമ്മളെ കയറ്റി നിർത്തിയപ്പോൾ 2 അധികാരങ്ങൾ ദൈവം നമുക്ക് നൽകി. 1 പുരോഹിത അധികാരം, 2 രാജകീയ അധികാരം. പുരോഹിത അധികാരം കരയാനും പ്രാർത്ഥിക്കാനും നിലവിളിക്കാനും ആണെങ്കിൽ, അപേക്ഷിക്കാനും മധ്യസ്ഥ നിൽക്കാനുമായിട്ട് ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കാനാണെങ്കിൽ, രാജകീയ അധികാരം മീഡിയേറ്ററിൻ്റെ അധികാരമല്ല. രാജകീയ അധികാരം കരയുന്ന അധികാരമല്ല. രാജകീയ അധികാരം കൈമലർത്തി എനിക്കൊന്നും ഈ വിഷയത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് നിസ്സഹായത്തോടുകൂടെ പറയുന്ന അധികാരമല്ല രാജകീയ അധികാരം. രാജകീയ അധികാരം നിലനിർത്താനും കൊല്ലാനും നശിപ്പിക്കാനും വളർത്താനും അധികാരമുണ്ട്. രാജകീയ അധികാരത്തിന് ഉടയ്ക്കാൻ അധികാരമുണ്ട്. രാജകീയ അധികാരത്തിന് വാർക്കാൻ അധികാരമുണ്ട്. അതുകൊണ്ടാണ് യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ യിരെമ്യാവിനോട് യഹോവയായ ദൈവം പറഞ്ഞത്. എന്താണ് യഹോവയായ ദൈവം പറഞ്ഞത്? ഇസ്രായേലിനും കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു, എനിക്കതിനെ ഉടയ്ക്കുവാനും വാർക്കുവാനും കഴിയും. അപ്പോൾ അതോറിറ്റി ഭയങ്കരമാണ്. പുരോഹിത അധികാരം എന്ന് പറയുന്നത് കൽപ്പിക്കുന്ന അധികാരമല്ല, കരയുന്ന അപേക്ഷിക്കുന്ന അധികാരമാണെങ്കിൽ, രാജകീയ അധികാരം എന്ന് പറയുന്നത് കൽപ്പിക്കുന്ന അധികാരമാണ്. നിങ്ങളുടെ മേല ദൈവരാജ്യത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധികളെ നോക്കി നിങ്ങൾ കൽപ്പിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, കടം വരുമ്പോൾ, രോഗം വരുമ്പോൾ, തകർച്ച വരുമ്പോൾ അവിടെ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കാനല്ല. എനിക്കിത് വന്നല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ, എന്തിനാ ഞാൻ ജീവിക്കുന്നേ, ഇനി ഞാൻ പാടത്തില്ല, കൈയടിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, പള്ളി പോകത്തില്ല എന്ന് പറഞ്ഞ് നിരാശയോടുകൂടെ ചുരുണ്ട് കിടക്കാൻ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നേ. അധികാരം നീ പ്രാപിക്കണം. തുരച്ചിട ചവിട്ടിക്കിടന്ന ഏലിയാവിനെ പോലെ അല്ല. ആഗാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് മുഖം നോക്കാതെ വിരൽ ചൂണ്ടി ദൂത് പറഞ്ഞ ഒരു അധികാരമുണ്ട്. ആ അധികാരം നീ പ്രാപിക്കണം. ആഗാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യില്ല എന്ന് പറഞ്ഞ ഏലിയാവിൻ്റെ മേൽ പകർന്ന ഒരു ഭയങ്കര അധികാരം. ആഗാബ് രാജാവാണെങ്കിൽ ആമൻ ആ ആഗാബിനെക്കാട്ടിലും ഇസബേലിനെക്കാളും അതോറിറ്റിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൽപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ ശക്തിക്കകത്തുപെട്ട
ഏലിയാവ് കൊട്ടാരത്തിൽ ചെന്ന് മുഖം നോക്കാതെ ദൂത് പറഞ്ഞ് ദേശത്ത് ക്ഷാമം വന്നെങ്കിൽ, യാക്കോബിൻ ലേഖനത്തിൽ വായിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, എന്നിട്ടും അവൻ കൽപ്പിച്ചപ്പോൾ, നോക്ക്, അവൻ കൽപ്പിച്ചപ്പോൾ 3 ആണ്ടും 6 മാസവും മഴ പെയ്തില്ല. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, എന്നെ പോലെ നിങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ഒരു സാധാരണക്കാരനായി ജനിച്ച ഒരു മനുഷ്യനാണ് ഏലിയാവ്. പക്ഷേ ആകാശത്തിന്റെ കിളിവാതിലുകളെ, മഴയുടെ വാതിലുകളെ നോക്കി കൽപ്പിച്ച ആ കൽപ്പന അധികാരമുള്ള ഒരു അഭിഷിക്തനായിരുന്നു ഏലിയാവ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നിങ്ങൾ ക്ഷീണിക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കണം. ദൈവരാജ്യത്തിൽ നടക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവരാജ്യത്തിൽ നമ്മളൊരു വാക്ക് പറയുമ്പോൾ അവിടെ വിടുതൽ സംഭവിക്കും. ദൈവരാജ്യത്തിൽ നമ്മൾ ഏത് വിഷയത്തെ നോക്കിയാൽ മതി, അവിടെ ഒരു പദ്ധതി വെളിപ്പെടും. ഇവിടെ വേദപുസ്തകത്തിൽ പറയുകയാണ്, രാജ്യത്തിൻ്റെ ശക്തി, അതായത് കൊലോസ്യ ലേഖനം 1:13 രാജ്യത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വരും. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നാൽ, ക്രിസ്തു നമ്മളിൽ വ്യാപരിച്ചാൽ ഒരു രാജ്യം നമുക്ക് ലഭിക്കും. ആ രാജ്യമാണ് ദൈവരാജ്യം. ദൈവരാജ്യം പാനീയമല്ല, ദൈവരാജ്യം ആഹാരമല്ല, ദൈവരാജ്യം ഐഹികമല്ല. യേശു കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്നെ പിടിച്ച പടയാളികളെ 1 സെക്കൻഡ് കൊണ്ട് എൻ്റെ സേവകരെ അയച്ച് നശിപ്പിക്കാമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ രാജ്യം ഐഹികമല്ല. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, ദൈവരാജ്യം ഐഹികമല്ലെങ്കിലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു കല്ലറയ്ക്കകത്ത് 3 നാൾ ഒതുക്കപ്പെട്ടപ്പോൾ 3-ാമത്തെ ദിവസം ഈ രാജ്യത്തിൻ്റെ ശക്തി, ദൈവശക്തി വ്യാപരിച്ചിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ പുറത്തു കൊണ്ടുവന്ന ആ ശക്തിയാണ്. നോക്കൂ പ്രിയരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്ന, മരിച്ചുപോയ തബീത എന്ന് പറയുന്ന കുഞ്ഞിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച, ആ യായിറോസിന്റെ വീട്ടിലെ നിന്നയും കഷ്ടവും കണ്ണുനീരും നീക്കിയ, ആ കാനാവിലെ കല്യാണ വീട്ടിലെ അപമാനത്തെ എടുത്തു നീക്കിയ, 4 ആള് കല്ലെറിഞ്ഞു കൊല്ലാൻ വന്ന ആ പാപിനിയായ സ്ത്രീയെ വെറുതെ വിട്ട ദൈവരാജ്യത്തിന്റെ ശക്തി ഇന്ന് രാവിലെ ക്രിസ്തു നമ്മുടെ അകത്തു വാഴുന്നെങ്കിൽ ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ ബലമായിരിക്കും. റോമാലേഖനം 8:1 ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ തേജസ് ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഒന്ന്, ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നമുക്ക് കൂട്ടവകാശികളാണ്. ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എന്നാൽ 2 റോമാലേഖനത്തിൽ റോമാസഭയ്ക്ക് അതേ പൗലോസ് ലേഖനം പറയുകയാണ് 8:1 അതുകൊണ്ട് ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പാപത്തിന്റെ ശിക്ഷ മാറും, ന്യായപ്രമാണത്തിന്റെ ശിക്ഷ മാറും. പിശാച് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച കുറ്റാരോപണങ്ങളെല്ലാം യേശു ക്രിസ്തു നിമിത്തം നമുക്ക് വിടുതൽ കിട്ടും. നമ്മൾ ജയാളികളായി മാറും, നമ്മൾ സ്വതന്ത്രരായി മാറും, സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ 8:36 വായിക്കുന്നത്, ക്രിസ്തുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും. ഗലാത്യ ലേഖനത്തിൽ 5-ാം വായിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറയാം, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വാണാൽ, ക്രിസ്തുവിന്റെ ശക്തി നിങ്ങളിലേക്ക് പ്രവഹിച്ചാൽ, അത് വ്യാപരിച്ചാൽ, നിങ്ങൾക്ക് ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി മാത്രമല്ല, പിശാച് ഇന്നലകളിൽ നിങ്ങളെ ബന്ധിച്ചിട്ട വിഷയത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവും, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യത്തോടു കൂടെ ഒരു അനുഗ്രഹവും കർത്താവ് നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ശിക്ഷകൾ ദൈവം റദ്ദാക്കും. നീതി ന്യായവിധി കോടതിയിൽ നിങ്ങളെ ദൈവം വെറുതെ വിടും. കാരണം എന്തെന്നറിയാമോ? ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തേജസ്സോടെ വസിക്കുന്നത് കൊണ്ട്. ഇങ്ങനെയാണ് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞാൻ പറയാം, ക്രിസ്തുവിനെ
ഉള്ളിലാക്കാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ക്രിസ്തുവിനെ ഉള്ളിലാക്കി ആ ക്രിസ്തുവിന്റെ ശക്തിയോടെ സ്റ്റെപ്പുകൾ വെക്കാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവിൽ ധൈര്യം സമ്പാദിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആ രാജ്യത്തിന്റെ ശക്തിയോടുകൂടെ മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ഇനി നിങ്ങളെ ഒരു മണ്ഡലത്തിനും ഒതുക്കാൻ, നിങ്ങളെ ഇനി ഒരു ദേശത്തിലും നിങ്ങളെ അപകരിക്കാൻ പറ്റില്ല പ്രിയരെ. ആത്മസാന്നിധ്യം കൊണ്ടും ദൈവകൃപ കൊണ്ടും ദൈവമഹത്വം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതലും വിശ്വസ്തതയും ഉണ്ടായി തീരുമെന്ന് ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സന്ദേശത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരും. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത, നീക്കുപോക്ക് തരാൻ കഴിയാത്ത ചോദ്യചിഹ്നങ്ങളും കഷ്ടതകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ ഒന്നും ഈ ഭൂമിയിൽ ഇല്ലെന്ന് വന്നേക്കാം. സാമ്പത്തികമോ ആൾസ്വാധീനമോ ഒന്നും നിങ്ങൾക്ക് ഇല്ലെന്ന് വന്നേക്കാം. പക്ഷെ യേശു നിങ്ങൾക്കുണ്ടെങ്കിൽ, യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ ജയം പ്രാപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. അതുകൊണ്ട് ഈ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം ക്രിസ്തുവേശുവിൻ്റെ, നോക്കുക, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിൽ നിന്നുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന്, ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ വിളങ്ങേണ്ടതിന് നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കണം. ഇവിടെ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ഹൃദയം പ്രകാശിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ ഹൃദയം പ്രകാശിക്കണം. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ഹൃദയം പ്രകാശിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കണം. കൊരിന്ത്യ സഭയിൽ ഹൃദയപ്രകാശം വരാതെ വന്നതുകൊണ്ടാണ് അവർ ഗ്രൂപ്പിസമായത്, പാപത്തിലേക്ക് പോയത്, അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നത്. ഹൃദയത്തിനകത്ത് പരിജ്ഞാനം ഉണ്ടാകാത്തത് കൊണ്ടാണ്. അങ്ങനെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയാം, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനവും ദൈവത്തിൻ്റെ തേജസ്സും ക്രിസ്തുവിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിബിംബിക്കുമ്പോൾ അടഞ്ഞ വാതിലുകൾക്ക് വഴി തുറന്ന് നിങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞ മേഖലയിൽ തലയെടുത്തു നിന്ന് നാലാളുടെ മുമ്പിൽ, 4 പേരുടെ മുമ്പിൽ അനുഗ്രഹിച്ച് നിങ്ങളുടെ പേര് വലുതാകത്തക്ക നിലയിൽ, മറ്റുള്ളവർക്ക് അസൂയയും കുശുമ്പും തോന്നത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വച്ചിട്ടുണ്ടെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കൂ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കൂ. നിങ്ങളുടെ ജീവിതം ഒരത്ഭുതമായി മാറും. നിങ്ങളുടെ കുടുംബം ഒരത്ഭുതമായി മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരത്ഭുതമായി മാറും. നിങ്ങളുടെ ബിസിനസ്സുകൾ ഒരത്ഭുതമായി മാറും. ഇന്ന് രാവിലെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഏത് മുടങ്ങിപ്പോയ പദ്ധതികളെയും ഏത് പരാജയങ്ങളെയും ജയമാക്കി വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് നിങ്ങൾക്ക് ജയത്തോടെ ഈ പാഴ്മരുഭൂമിയിൽ നിങ്ങളെ കൊണ്ടുപോകുവാൻ, വിജയം തരാൻ യേശു ജീവിക്കുന്നു. അതുകൊണ്ട് സ്വീകരിക്കാം. യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കാം. യേശുവിൻ്റെ തേജസ് നമ്മുടെ ഹൃദയത്തിൽ വാഴട്ടെ. എല്ലാ പരാജയങ്ങളും വിജയമായി മാറും. ഞാനെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ ദൂതിനായി സ്തോത്രം. വിജയങ്ങൾ, പരാജയങ്ങൾ കർത്താവെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനകത്ത് ജയിക്കേണ്ടത് എങ്ങനെയാണെന്നും ദൈവത്തിൻ്റെ തേജസ്സിനാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് പ്രകാശിക്കണമെന്നും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിച്ചാൽ ആ രാജ്യത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് പകരുമെന്നും, ഇവിടെ ഇതാ ക്രിസ്തുവിൽ അങ്ങനെ സംഭവിച്ചാൽ ഇനി ഒരു ശിക്ഷാവിധി ഞങ്ങൾക്കില്ല എന്നും, അടുത്ത കർത്താവെ ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നും ഒക്കെ ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ ദൂതിനായി സ്തോത്രം. ഈ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവകൃപ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. പോരുകളെ ശാസിക്കണം. ബന്ധനങ്ങളെ അഴിക്കണം. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ അറിയിച്ചാലും യേശുവിൽ കൂടെയുള്ള വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകട്ടെ എന്ന്
ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി ക്രിസ്തുവുമായുള്ളൊരു ജീവിതം നിങ്ങളുടെ മുമ്പോട്ടുള്ള ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ ഉയർച്ചകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് നാലാടെ മുമ്പിൽ തലയെടുത്ത് നിൽക്കത്തക്ക നിലയിൽ നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളെ ആക്കി വെച്ച രാജ്യത്ത് നിങ്ങൾ ജയം പ്രാപിക്കും എന്ന് ഞാൻ ആശംസിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധിയോടുകൂടെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെ ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ആമേൻ. സ്തോത്രം.